ബിഗ് ബോസ് മലയാളം ഇതിപ്പോ 6 സീസൺ കഴിഞ്ഞ് 7 സീസണും കഴിയാറാവുന്ന ഈ ഒരു സന്ദർഭത്തിൽ പോലും പലർക്കും നേരം വെളുത്തിട്ടില്ല, വണ്ടി കിട്ടിയിട്ടില്ല. ലവ് കോംബോ കണ്ടുപിടിക്കാനായിട്ട് നടക്കുകയാണ് പലരും. ഈ സീസണിൽ ഒരു പ്രോപ്പർ ലവ് കോംബോ ഇല്ലായിരുന്നു. കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന പോലത്തെ ഒരു വലിച്ചു കയറി ഒട്ടിക്കാൻ പറ്റിയ മറ്റേ പ്രോപ്പർ ഒരു സാധനമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് കിട്ടുന്നത് വെച്ച് ആട്ടെ എന്ന് പറഞ്ഞ് പടക്കുകയാണ്, അങ്ങോട്ട് പടച്ചങ്ങോട്ട് വിടുകയാണ്. കമന്റ്, റീല്, വീഡിയോ എന്നൊക്കെ പറഞ്ഞു ഏഷ്യനെറ്റിനെ തന്നെ പറയണം. ഏഷ്യനെറ്റ് ഇങ്ങനെ പടച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അനുമോള്, അനീഷ് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരുടെയും കോംബോ വെച്ചിട്ടുള്ള റീല്. കോംബോ ഒന്നും അല്ല, പക്ഷെ കോംബോ ആക്കി മാറ്റുകയാണ്. എഡിറ്റിങ്ങിലൂടെ പലതും പറ്റും, പല മാന്ത്രിക വിദ്യകളും ഒടിവിദ്യകളും സാധ്യമാകുന്ന ഒരു കാര്യമാണ്, ഒരു സംഭവമാണ് ഈ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ എഡിറ്റിങ്ങിലൂടെ എന്ത് വേണേലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോ അങ്ങനെ ഒരു കോംബോ അങ്ങ് പടച്ചു വിടാനായിട്ട് ഏഷ്യനെറ്റ് തീരുമാനിക്കുന്നത്. ഏത് ദാരിദ്ര്യം പിടിച്ചവരാണോ ഈ ഒരു തീരുമാനത്തിന് പിന്നിൽ എനിക്കറിയില്ല. അനീഷിനെ താറടിക്കാനായിട്ട് പലതും ഇതൊരു വടിയാക്കി എടുക്കുന്നുണ്ട്. ഇതിനകത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യം, അബദ്ധവശാൽ ആ മനുഷ്യൻ അതിനകത്ത് നിന്ന് പറഞ്ഞുപോയി. എനിക്ക് ഇത്തിരി ഒരു സ്നേഹം ഫീൽ ചെയ്തിട്ടുണ്ട്, ഒരു ക്രഷ് പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ക്രഷ് എന്ന് പറയുന്നത് എപ്പോഴാണ്? ഇത് മറ്റേ ക്രഷിക്ക മറ്റേ സാധനമൊന്നുമല്ല. സീസൺ 5 ക്രഷിക്ക അങ്ങനത്തെ പരിപാടിയേ അല്ല. അനീഷ് ഉദ്ദേശിച്ചതിനെ വളച്ചൊടിച്ചതാണ്. അതിനെ അങ്ങ് വേറെ രീതിയിലേക്ക് അങ്ങോട്ട് ആക്കുകയാണ്. അനീഷ് ഇരുന്ന് 2-3 മണിക്കൂർ ഇരുന്ന് സംസാരിക്കുന്നു. അനീഷ് അനുഭവങ്ങളോട് പ്രേമം കാണിക്കുന്നു, സ്നേഹം കാണിക്കുന്നു, പ്രപ്പോസ് ചെയ്യും എന്നൊക്കെ വരെ ആളുകൾ പറയുന്നുണ്ട്. നാളത്തെ ലൈവിനകത്ത് പ്രപ്പോസ് ചെയ്യും എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. അപ്പൊ ഇതിനൊക്കെ പറയാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഏഷ്യനെറ്റിന്റെ ഓരോ കട്ട് റീലുകളും കാര്യങ്ങളും ഒക്കെയാണ്. അവർക്ക് വേണ്ടത് ഷോക്ക് വാല്യൂ ആൻഡ് ഈ പറയുന്ന മാക്സിമം എൻഗേജ്മെന്റ് ഫ്രം വ്യൂവേഴ്സ്. അതാണ് എല്ലാ റീലിന്റെയും പിന്നിലെ അവരുടെ ഗൂഢലക്ഷ്യം. അപ്പോ ഈ ഒരു സംഭവത്തില് അനീഷിന്റെ ഭാഗത്ത് നിന്നും ആകെ വന്നിട്ടുള്ള ഒരു വീഴ്ച എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം, ക്രഷ് എന്നുള്ളൊരു വാക്ക് യൂസ് ചെയ്തു പോയി. ആ ഒരൊറ്റ കാര്യമാണ് അനീഷിന്റെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ച. അനുമോൾ എന്താണ്? അനുമോളാണ് ഈ കേസിനകത്ത് ശരിക്കും മാതളം കൊണ്ട് കൊടുക്കുന്നു, അതുകൊണ്ട് കൊടുക്കുന്നു, ഓവറായിട്ട് കമ്പനി കൂടാൻ വേണ്ടി ഇരിക്കുന്നു, കൂടെ ഇരുന്ന് സംസാരിക്കാനായിട്ട് പോകുന്നു, ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആവുന്ന സമയത്ത് അനീഷിന്റെ കൂടെ ഇരിക്കുന്നു, പ്രശ്നങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അനുമോൾക്കാണ് അനീഷിന്റെ ഒരു സപ്പോർട്ട് അവിടെ വേണ്ടത്, അല്ലാതെ അനീഷിന് അങ്ങനെ ഒരു സപ്പോർട്ടിന്റെ ആവശ്യമില്ല. ഈ സപ്പോർട്ട് സിസ്റ്റം തേടിപ്പോയത് അനുമോളാണ്. ഇത് മോശം കാര്യമായിട്ടല്ല ഞാൻ പറയുന്നത് കേട്ടോ. ബിഗ് ബോസിനകത്ത് എപ്പോഴും നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം അനിവാര്യമാണ്. അനുമോളെ അവിടെ ടാർഗറ്റ് ചെയ്ത് കോർണർ ചെയ്യുന്നത് കൊണ്ടാണ് അനുമോൾ അനീഷിന്റെ പിന്നാലെ പോയത്. പലപ്പോഴും അനീഷ് അങ്ങോട്ട് പോയി മിണ്ടാറുമുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ ഒരു കുറ്റം പറയാനായിട്ടൊന്നും പറ്റില്ല. ഫ്രണ്ട്സ് തമ്മിൽ ഇതൊക്കെ ആവാം, അല്ലെങ്കിൽ ഒരു ജ്യേഷ്ഠനും അനിയത്തിയും തമ്മിൽ ഇതൊക്കെ ആവാം. എന്തിനാണ് ഇതിനകത്ത് ലവ് കോംബോ തന്നെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നത്? അദ്ദേഹം ഒരു ഡിവോഴ്സി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കല്യാണം ഒരു ട്രോമയായി കാണുന്ന വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ ഒരാളുടെ തലയിൽ വെറുതെ ഇങ്ങനെ ഈ ലവ് കോംബോ ഒക്കെ കെട്ടിവെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല, ശരിയായിട്ടുള്ള നടപടി അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഡേ 2 നമ്മൾ കണ്ടതാണ്. ഡേ 2 മുതൽ തുടങ്ങിയതാണ് ഈ ഒരു സംഭവം. അനീഷിനെ പ്രപ്പോസ് ചെയ്യുകയായിരുന്നു അന്ന് അനുമോള്. അപ്പൊ അന്ന് അതൊന്നും ചർച്ചയാക്കാതിരുന്ന ആളുകളാണ് ഇപ്പൊ കുത്തിയിരുന്നിട്ട് അനീഷിന് ലവ് കോംബോയാണ്, അനീഷിന്റെ ലവ് ഗെയിമാണ്, മറ്റേതാണ്, മാങ്ങാണ്ടിയാണെന്നും പറഞ്ഞുകൊണ്ട് വരുന്നത്. അത് ഈ ലാസ്റ്റ് ഈ ഒരു എൻഡിങ് സ്റ്റേജിലാണ് ഇതൊക്കെ പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഞാൻ നോക്കിയിട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ അനുമോൾക്ക് അനീഷേട്ടൻ എന്ന് പറഞ്ഞാൽ ഒരു ആങ്ങളെ പോലെയാണ്, ഒരു ചേട്ടനെ പോലെയാണ്. എത്രയൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒരു ചേട്ടനെ പോലെയാണ്. ഫണ്ണായിട്ട് തമാശയായിട്ട് അനുമോള് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അത് ആദിലയോട് ഏതോ ഒരു ദിവസം രാത്രി അവർ കമ്പനി ആയിരുന്ന സമയത്ത് പറഞ്ഞിട്ടുമുണ്ട്. ഇത് എനിക്ക് തമാശയാണ്, ഇത് ഞാൻ തമാശ രീതിയിലാണ് ഇതിനെ നോക്കി കാണുന്നത്, ഇത് എടുക്കുന്നത് തമാശ രീതിയിലാണെന്ന് അനുമോള് പറയുന്നുണ്ട്. എന്നിട്ടും വളച്ചൊടിക്കുകയാണ് ആളുകള്. എന്തൊരു കഷ്ടമാണെന്ന് ഓർത്തോണേ. അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഇതാണ്. കണ്ണാണല്ലോ ബിഗ് ബോസിന്റെ ലോഗോ. ഈ കണ്ണെന്ന് പറയുന്നത് ഓരോരുത്തരുടെയും കണ്ണ് ഡിഫറെന്റ് ആയിരിക്കും. പേഴ്സ്പെക്റ്റീവ്സ് വേറെ വേറെ ആയിരിക്കും, കാഴ്ചപ്പാടുകൾ വെവ്വേറെ ആയിരിക്കും. വിവിധങ്ങളായ കാഴ്ചപ്പാടുകളിലൂടെയാണ് പലരും ഈ ഷോയെ കാണുന്നത്. അപ്പൊ ഉത്സിതം കാണാൻ വേണ്ടി ഇരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ലവ് കോംബോ കണ്ടുപിടിക്കാൻ വേണ്ടി ഇരിക്കുന്ന ആളുകളൊക്കെ ലവ് കോംബോ ഉണ്ടാക്കും, കിട്ടിയില്ലെങ്കിൽ ഉണ്ടാക്കും. അതാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിലൊന്നും വീഴാതിരിക്കുക. അനുമോൾ എന്ന് പറയുന്നത് അനീഷിന്റെ ഒരു സഹോദരിയെ പോലെ തന്നെയാണ് അനുമോൾക്ക് സഹോദരനും. അങ്ങനെയാണ് ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നത്. ഈ ഒരു ബോണ്ടിങ് ആ രീതിയിലുള്ളതാണ്. അത് അനുമോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പറയുന്നുണ്ട്, അനീഷ് ചേട്ടൻ എനിക്ക് ക്ലാസ് എടുക്കാറുണ്ട്. ചേട്ടന്റെ സ്ഥാനത്ത് കാണുന്നത് കൊണ്ടാണ് ക്ലാസ് എടുക്കുമ്പോൾ അനുമോൾ കേട്ടിരിക്കുന്നത്. അപ്പൊ അതൊക്കെ
വെച്ച് നോക്കി ലോജിക്കലായിട്ട് കാര്യങ്ങളെ നോക്കി കാണാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ വെറുതെ അനീഷ് ലവ് കോംബോ പിടിക്കുന്നുണ്ടെന്ന് സംശയമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അതൊന്നും അല്ല അനീഷിന്റെ ഗെയിം. അനുമോളെ അവിടെ ഒറ്റപ്പെടാതിരിക്കുക എന്നുള്ളതാണ് അനീഷിന്റെ ഗെയിം. അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അനുമോൾ അവിടെ ഒറ്റപ്പെട്ട പണിയാവുന്ന അനീഷിനാണ്. അതുകൊണ്ട് ഒറ്റപ്പെടുത്താതിരിക്കാനായിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട്. ആദില നൂറയുമായിട്ട് പാച്ചപ്പാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇതാണ് അനീഷ് അതിൻ്റെ അത് കളിച്ചൊരു മാരകമായ ഗെയിം എന്ന് പറയുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.